Baleno to Glanza, Brezza to Urban Cruiser, High Cross Invicto, അതുപോലെ തന്നെ ഹൈ റൈഡർ, അങ്ങനെ മാരുതി സുസുക്കിയും ഈ ടൊയോട്ട ഇന്ത്യയും തമ്മിൽ വലിയ ഒരു കൊളാബറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. ഏകദേശം 4 വാഹനങ്ങൾ നിലവിൽ ഈ ഒരു കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് വാഹന വിപണിയിലുണ്ട്. റീസെൻ്റ്ലി അവരവരുടെ 5ാമത്തെ കൊളാബറേഷൻ വാഹനത്തെയും കൂടി പുറത്തിറക്കിയിരിക്കുകയാണ്. അതാണ് അർബൻ ക്രൂയിസർ ടൈസർ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. ഇതിൻ്റെ സിബ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരുതി സുസുക്കി ഫ്രോങ്സ് ആണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഫ്രോങ്സ് ടൊയോട്ടയിലേക്ക് വന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ടൊയോട്ടയിൽ നിന്ന് ഈ ഒരു ടൈസർ എടുക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ബെനിഫിറ്റുകളാണുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളുടെ സ്വന്തം ഇൻവോൾവിനെയാണ്. സ്വന്തം ഇൻവോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് നമ്മളിത് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ആളുകൾ വാങ്ങി വളരെ നല്ല അഭിപ്രായം പറഞ്ഞുള്ള ഒരു പ്രൊഡക്റ്റാണ്. എന്താണ് ഇൻവോൾവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു എയർ ഫ്രാഗ്രൻ്റ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിത് വാഹനത്തിനകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിനകത്ത് ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ ഇത് നമ്മളെ സഹായിക്കുമെന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മസ്ക് എന്ന് പറയുന്ന ഒരു ഫ്രാഗ്രൻ്റ് ആണ്. മസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, കുറച്ചും കൂടി ഒരു അല്ലേ ആ ഒരു ടൈപ്പ് ഓഫ് സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വാങ്ങി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, ഇവരുടെ കയ്യിൽ ഇഷ്ടം പോലെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-30ഓളം വെറൈറ്റി ഓഫ് ഫ്രാഗ്രൻസ് ഇവരുടെ കയ്യിലുണ്ട്. അതൊക്കെ വാങ്ങി ഉപയോഗിച്ച് നോക്കാം. പക്ഷേ ഇതുവരെ ഉപയോഗിച്ചതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നല്ല അഭിപ്രായം പറഞ്ഞുള്ള ഒരു പ്രോഡക്റ്റ് ഇതാണ് മസ്ക്. അപ്പം ഒരു 400 രൂപയോളമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഒരു 10% ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മളൊരു കൂപ്പൺ കോഡ് ഉപയോഗിച്ച് ഞാൻ നിങ്ങൾക്ക് കിട്ടും. ആ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ വാഹനത്തിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരു സിബ്ലിംഗ് ഉണ്ട്. ആ ഒരു സിബ്ലിംഗ് എടുക്കുന്നതും അത് നേരെ ടൊയോട്ടയിലേക്ക് വന്നെടുക്കുന്ന സമയത്തും ഒരു യൂസർ എന്നുള്ള നിലക്ക് നമുക്ക് എന്താണ് ബെനിഫിറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. പക്ഷേ അതിന് മുമ്പ് നമുക്ക് വന്നിട്ടുള്ള ചേഞ്ചുകളെ കുറിച്ച് പറയാം. അപ്പോൾ നേരത്തെ നമ്മളിതിൻ്റെ സിബ്ലിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്തുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. അത് കാണാത്ത ആൾക്കാർ അതിൽ നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ ഞാൻ ആദ്യം പറയാം. അത് ലുക്കാണ് പ്രധാനമായിട്ടുള്ളത്. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് കാര്യമായിട്ടുള്ള ചേഞ്ചുകൾ ടൊയോട്ട കൊണ്ടുവന്നിട്ടുണ്ട്. ടൊയോട്ട വേർഷൻ ആക്കിയിട്ടുണ്ട് എന്ന് പറയാം. പ്രത്യേകിച്ച് ഈ ഒരു ലോഗോയും അതിന് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു ക്രോം എലമെൻറ്റ് ശരിക്കും ഒരു ഇൻ്റർനാഷണൽ ഫേസ് അല്ലെ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ആ തരത്തിലാണ് അത് കൊടുത്തിട്ടുള്ളത്. കാരണം ഈ ഒരു കളറിങ് അത് ശരിക്കും നമ്മൾ പല സ്റ്റൈലിലും കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഹൈ റൈഡറിൻ്റെ കേസിലാണെങ്കിലും ഗ്ലാൻസയുടെ കേസിലാണെങ്കിലും അതുപോലെ തന്നെ ക്യാമറിയുടെ കേസിലാണെങ്കിലും ഒക്കെ തന്നെയും നമുക്കിത് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു ടൊയോട്ട ടച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ഗ്രില്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും എനിക്കൊരു ഹൈ ക്രോസ് ഹൈ റൈഡർ ആ ഒരു ഗ്രിൽ പാറ്റേൺ പോലെ തോന്നി. ഈ ഒരു കട്ടിങ് അതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ ഗ്രില്ല് പാടെ മാറ്റിയിട്ടുണ്ട്, ഹണികോം ഗ്രിൽ സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നു. 360 ഡിഗ്രി ക്യാമറ വ്യൂ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗവും നമുക്കിവിടെ കാണാം. അതൊക്കെ ടോപ്പ് എൻഡിൽ മാത്രമേ ഉള്ളൂ കേട്ടോ 360 ഡിഗ്രി ക്യാമറ, അതും കൂടി ഓർത്ത് വെക്കണം. ഹെഡ് ലാമ്പ് നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെയാണ് 3 ഡോട്ടഡ് ആയിട്ടുള്ള, അത് അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഇല്ല. പക്ഷേ DRLൻ്റെ കാര്യത്തിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നത് ഒരു ഐസ് ക്യൂബ് മെറ്റീരിയൽ പോലത്തെ ഒരു സാധനമായിരുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരുന്നത് ഒരു 2 ലൈനുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് എന്ന് പറയാം. ഇതാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ള ചേഞ്ച്. താഴ്ഭാഗത്ത് ആ ഒരു എയർ ഡാം യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണാം. അർബൻ ക്രൂയിസർ ടൈസർ എന്നാണ് ഇതിൻ്റെ പേര്. ഈ അർബൻ ക്രൂയിസർ എന്ന് പറയുന്ന പേര് ഇവരിങ്ങനെ കുറേ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നി എന്നതാണ്. ഇതാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ള ചേഞ്ച്. പക്ഷേ ഒരു കാര്യം കൂടി പറയാം, ഇതിൻ്റെ സിബ്ലിങ്ങിന് ഉണ്ടായിരുന്ന ആ ഒരു ബോൾഡ് ലുക്കും അതുപോലെ തന്നെ ആ ഒരു റോഡ് പ്രസൻസും അത് അതേപോലെ തന്നെ ഇതിനകത്തുണ്ട്. ഈ വണ്ടി മൊത്തം കാണുന്ന സമയത്ത് ആ ഒരു ബോൾഡ്നെസ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സൈഡിലേക്ക് വരുന്ന സമയത്ത് കാര്യമായിട്ടുള്ള ചേഞ്ചുകളൊന്നും നമുക്ക് പറയാനില്ല. പക്ഷേ പ്രധാനപ്പെട്ട വ്യത്യാസം അലോയ് വീലിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിലാണ്. 16 ഇഞ്ച് വീലുകളാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അലോയ് പാറ്റേൺ ഡിഫറൻ്റ് ആണ് നേരത്തെ ഉണ്ടായിരുന്ന സിബ്ലിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബോൾഡ് പ്രസൻസ്, ഇവിടെയൊക്കെ ആ ഒരു ബൾക്കി അല്ലെങ്കിൽ ആ ഒരു ബൾജായിട്ട് നിൽക്കുന്നത്, അതുപോലെ തന്നെ ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു എക്സ്ട്രാ കുറച്ച് എലമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ബോഡി കളേർഡ് സൈഡ് വ്യൂ മിറർ, ഇതും എനിക്ക് ടോപ്പ് എൻഡിലാണുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 360 ഡിഗ്രി ക്യാമറയുടെ ഭാഗം, ഇൻഡിക്കേറ്റർ യൂണിറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി റൂഫ് റെയിലും അതുപോലെ തന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിനയും എല്ലാ വേരിയൻറ്റിലും സ്റ്റാൻഡേർഡ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അതേപോലെ കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇപ്പോൾ ഒരു ട്രെൻഡാണല്ലോ ബേസ് വേരിയൻ്റ് എടുത്തിട്ട് കുറച്ചും കൂടി ഫാഷൻ ആക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് സഹായകരമാകും എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിവിടെ ഒരു ക്രോം എലമെൻറ്റ് കാര്യങ്ങളൊക്കെ കാണാം. നൈസ്. ആ ഒരു കൂപ്പ് സ്റ്റൈലൊക്കെ നല്ല രസമുണ്ട്. പിന്നെ വേറൊരു കാര്യം, ടൊയോട്ട ടൈസറിലേക്ക് വന്ന സമയത്ത് വൈറ്റ് കളറിനകത്ത് ഡ്യുവൽ വേരിയൻറ്റ് അവൈലബിൾ ആണ്. അതായത് റൂഫ് ബ്ലാക്ക് ആയിട്ട് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നു. ഫ്രോങ്സിന് അങ്ങനെ കിട്ടാറില്ല എന്ന് ഞാൻ മനസ്സിലാക്കണം. ടൈസറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും റിയർ പ്രൊഫൈലാണ് എന്നുള്ളത്. എവിടേക്കെയോ നമ്മൾ കണ്ടിട്ടുള്ള ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള ഒരു വാഹനത്തിൻ്റെ ടച്ചിലേക്ക് ഈ ഒരു റിയർ പ്രൊഫൈൽ വരുന്നു. ഈ കൂപ്പ് സ്റ്റൈൽ
ബ്ലാക്ക്ഡ് എലമെൻറ്റ്, അതുപോലെ തന്നെ ഈ ഒരു ഭാഗമൊക്കെ ഭയങ്കര കണക്റ്റഡാണ് എവിടേക്കോ എന്നുള്ളതാണ്. പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സി ടൈപ്പ് കാണാം, ഇതായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ട് അത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഭാഗത ഈ 7 തലകുത്തിനിട്ട ഭാഗം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് നേരത്തെ നമ്മൾ ഫ്രോങ്സിലുണ്ടായിരുന്ന സെയിം എലമെൻ്റാണ്. ഈ ഒരു ഭാഗം മാത്രമാണ് അവർ ചേഞ്ച് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു സി ടൈപ്പ്, പക്ഷേ അത് ഇതിലേക്ക് നല്ല രീതിയിൽ കണക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. താഴെ അർബൻ ക്രൂയിസർ ടൈസർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ കഴിയും. റിഫ്ലക്ടർ, ആ ഫംഗി ആയിട്ടുള്ള ബമ്പർ യൂണിറ്റ്, അതൊക്കെ നല്ല രസമുള്ള എലമെൻറ്റുകളാണ്, ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ ഇവിടെ നമ്മുടെ വേരിയൻറ്റിൻ്റെ ഒരു ബാഡ്ജിങ് കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിയോ ഡ്രൈവ് കാണാം. നിയോ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഹൈബ്രിഡ് സിസ്റ്റം, സ്മാർട്ട് ഹൈബ്രിഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഫെസിലിറ്റീനെ ടൊയോട്ട നിയോ ഡ്രൈവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ബൂട്ട് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ 380 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റി ഈ വാഹനത്തിനകത്തുണ്ട്. ഇനി ഒന്നും അത് ധാരാളമാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസാണ്. നല്ല താഴ്ചയുണ്ട് കേട്ടോ. താഴേക്ക് അത്യാവശ്യം താഴ്ന്നു നിൽക്കുന്ന ഈ ഒന്നും ഒരു 5, 6, 7 ബാഗുകൾ നിഷ്പ്രയാസം ഇതിനകത്ത് കൊള്ളും. ആ തരത്തിലാണ് കൊടുത്തുള്ളത്. നൈസ്. മാനുവലാണ് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ. റിയർ ക്യാമറ യൂണിറ്റും നമുക്കിവിടെ കാണാം. സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ലാമ്പ്, അതേപോലെ വാഷിംഗ് യൂണിറ്റ്, വൈപ്പർ, ഡീഫോഗർ ലൈൻസ് എല്ലാം ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അല്ല അല്ലേ, അടിപൊളിയല്ലേ? ലോഗോ ഒക്കെ കൊടുത്ത് നോക്കിയതൊക്കെ ഇവിടേക്ക് ഒരു പ്രീമിയം ടച്ച് ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണ്? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഫ്രണ്ടാണോ ബാക്കാണോ എന്നുള്ളത് നോക്കാമല്ലോ. ഏറ്റവും കൂടുതൽ ഏത് ഭാഗമാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് നോക്കാം. ഇനി നമ്മൾ അകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഏറെക്കുറെ ഇതിൻ്റെ സിബ്ലിങ്ങിനോട് ഭയങ്കര കണക്റ്റഡ് ആണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ആ ഒരു ഫാബ്രിക് അപ്പോൾസ്ട്രി, സീറ്റുകൾ, അതുപോലെ തന്നെ ആ ഒരു മെറ്റീരിയലിൻ്റെ കളർ ചേഞ്ച് ഉണ്ടല്ലോ, ഇതൊക്കെ സെയിം തന്നെയാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. ഡോർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ലെതർ എലമെൻറ്റ്, ഇതൊരു ഒരു വേറൊരു ഷെയ്ഡാണ്, ബ്ലാക്ക് അല്ല, ബർഗണ്ടിൻ്റെ ഒരു ലൈറ്റ് വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. തരത്തിൽ കൊടുത്തില്ല. ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് കാണാം, പവർ വിൻഡോ കൺട്രോൾസ്, ഡോർ ലോക്ക് ആൻഡ് ലോക്ക്, വാട്ടർ ബോട്ടിൽ ഹോൾഡർ, ഒരു 6 സ്പീക്കർ മ്യൂസിക് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭാഗവും നമുക്കിവിടെ കാണാം. സീറ്റ് ഞാൻ പറഞ്ഞു ഫാബ്രിക് അപ്പോൾസ്ട്രിയാണ്. ഇതിനകത്ത് വെന്റിലേഷനോ കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും ലെതർ സീറ്റ് ആവുന്ന സമയത്ത് ബാക്ക് ഹീറ്റ് ആവും. ആ ഒരു പ്രശ്നം ഇതിനകത്തില്ല. അതൊരു സത്യാവസ്ഥയാണ്. അത് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കുറച്ചുകൂടി കംഫർട്ട് കൂടുതലുണ്ടായിരിക്കും ഈ ഒരു അല്ലേ. നല്ല ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈസ്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. എല്ലാം മാനുവലാണ്. അതുപോലെ റിക്ലൈനിങ്ങും മാനുവലാണ് എന്നുള്ളതാണ്. ഇവിടെ കുറച്ച് കൺട്രോൾസുകളുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ, 360 ഡിഗ്രി ക്യാമറ വ്യൂവിൻ്റെ, അതുപോലെ തന്നെ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ട്. ഞാനിതിൻ്റെ ഇഗ്നിഷൻ ഒന്ന് ഓൺ ചെയ്യാം. ഇനി ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ടോ? ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഡിജിറ്റൽ അല്ല, 2 അനലോഗും സെൻട്രൽ നമ്മൾ സാധാരണ കണ്ടുള്ള ഒരു TFT കൺട്രോളും 2 അനലോഗുകളും ചേർന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ ഒരു പ്രീമിയം ടച്ച് ഉണ്ടല്ലേ, ഒരു ബ്ലൂ ലൈൻസ് ഒക്കെ കൊടുത്ത്, അതുപോലെ തന്നെ RPM റെഡ് ലൈൻ ചെയ്തിരിക്കുന്ന 6300 മുതലാണ്. നൈസ്. ഇപ്പം ലോ ഫ്യൂലാണ്, ഡിസ്പ്ലേ വണ്ടിയാണ്, അതുകൊണ്ടാണ്. AC വെൻസ്, ഇതൊക്കെ ഒരു പ്രീമിയം ടച്ച് ആക്ച്വലി ഉണ്ട്. അതില്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ, അത് പ്ലാസ്റ്റിക് ആണ്, ലെതറല്ല. പക്ഷേ ഇതിനകത്തും ആ ഒരു കളർ ചേഞ്ച്, ആ ഒരു ലൈറ്റ് ബർഗണ്ടി കളർ നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെ ഒരു ചെറിയ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്യൂവലിൻ്റെയും ബോണറ്റിൻ്റെയും ഓപ്പണിംഗ് ബട്ടൺസ് ഇവിടെയാണ് കൊടുത്തുള്ളത്. നമുക്ക് ബോണറ്റ് ഓപ്പൺ ആക്കാനുള്ളതുകൊണ്ട് ഞാനത് ഓപ്പൺ ആക്കിയിട്ടേക്കാണ് എന്നുള്ളതാണ്. പെഡൽസ് സ്റ്റീലൊന്നുമല്ല, സാധാരണ പോലെ റബ്ബർ പെഡൽസുകളാണ് കൊടുത്തിട്ടുള്ളത്. പ്രോപ്പറായിട്ടൊരു ലെഗ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കാണ് ആവശ്യമുള്ളത്. പക്ഷേ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് കുഴപ്പമില്ല, എന്നാലും വെറുതെ ഇരിക്കട്ടെ. ഇനി ഡാഷ്ബോർഡിലേക്ക് വരുന്ന സമയത്തും എനിക്ക് പറയാനുള്ളത്, കുറേ റിസംബ്ലൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നു. ആ ഒരു 3D ഫീലിങ്ങും കാര്യങ്ങളൊക്കെ അത് അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഈ എലമെൻറ്റുകളും കാര്യങ്ങളൊക്കെ സേവ് തന്നെയാണ്. ഒരു 9 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്കിവിടെ കാണാം. എനിക്ക് തോന്നുന്നു ഇത് ടോപ്പ് എൻഡിൽ മാത്രമേ ഉള്ളൂ. ബേസിലേക്ക് വരുമ്പോൾ 7 ഇഞ്ച് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 360 ഡിഗ്രി ക്യാമറ വ്യൂ നമുക്കൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഉള്ളൊരു 360 ഡിഗ്രി ക്യാമറ വ്യൂ എന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഫ്രണ്ട് വ്യൂ, ഡീഫോൾട്ട് സ്ക്രീൻ, റിവേഴ്സ് ഇട്ട് നോക്കാം. അപ്പോൾ റിവേഴ്സ് ക്യാമറ ഓക്കെ എന്നുള്ള രൂപത്തിലാണ്. ഇനി പുറത്തേക്ക് ഇറങ്ങി എങ്ങനെ ഇരിക്കുന്ന അറിയില്ല. ഇതിനകത്തുള്ള ഡൾ ലൈറ്റ് കൊണ്ടാണോ ഒന്നും അറിയില്ല. താഴെ AC വെൻസ് കാണാം. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് കൊടുത്തത് എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. ഭംഗിയേക്കാൾ ഉപരി ഇത് സ്ക്രാച്ച് പ്രൂഫ് ആണ് എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കൈ എപ്പോഴും തട്ടുന്ന ഏരിയകളായതുകൊണ്ട് AC വെൻ്റൊക്കെ ഇങ്ങനെ, അതേപോലെ തന്നെ ഇതൊക്കെ ഇവിടെ കണ്ടല്ലോ, കൈ എപ്പോഴും തട്ടുന്നതാണ്, നഖം തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ സ്ക്രാച്ച് പ്രൂഫായിട്ട് നിലനിൽക്കും എന്നുള്ളൊരു അഡ്വാൻറ്റേജ്. ഇവിടെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ബട്ടൺസ് കാണാം. ടോഗിൾ സ്വിച്ച് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തുള്ളത്. ഒരു ചെറിയ ഡിസ്പ്ലേ യൂണിറ്റും ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സൺറൂഫ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. പ്ലെയിൻ ആയിട്ടുള്ള ഒരു റൂഫാണ് കൊടുത്തുള്ളത്. റീഡിംഗ് ലാമ്പ്, യെല്ലോ ലാമ്പുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതുപോലെ ഓട്ടോമാറ്റിക് ഡൈനറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ ഉണ്ട്. അതും ഓക്കെ, നൈസ്, നല്ലൊരു കാര്യം. ഇനി സെൻട്രൽ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വയർലെസ് ചാർജിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നൈസ്. 2 കപ്പ് ഹോൾഡേഴ്സ്. പിന്നെ അത് കീ, ഇത് ടൊയോട്ടയുടെ ലോഗോട് കൂടി വന്നിട്ടുള്ള, നേരത്തെ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ബ്ലാക്ക് കളറോട് കൂടിയിട്ടുള്ള കീ ആണ് വരുന്നത്.
അതുപോലെ തന്നെ ഇവിടെ ഗിയർ ബോക്സ് കാണാം. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും 5 സ്പീഡ് ഓട്ടോമാറ്റിക്കുമാണ് ഓപ്ഷനായിട്ടുള്ളത്. 2 എഞ്ചിൻ ടൈപ്പ് ഉണ്ട്, ശരിക്കും 3 എഞ്ചിൻ ഉണ്ട്. ഒരു 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡും ഒരു 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും ഒരു CNGയും. അപ്പം ടർബോയിലേക്ക് വരുന്ന സമയത്ത് 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഉണ്ട് കേട്ടോ. ഇനി എഞ്ചിനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. ഇവിടെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് കാണാം. താഴ്ഭാഗത്തൊരു ചെറിയ സ്റ്റോറേജ് യൂട്ടിലിറ്റി പോലത്തെ ഒരു ഏരിയയും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, അഡ്ജസ്റ്റബിൾ ആണ്. താഴ്ഭാഗത്ത് സ്റ്റോറേജും ഉണ്ട്, ചെറിയൊരു സ്റ്റോറേജ് സ്പേസും നമുക്ക് കാണാൻ കഴിയും എന്നതാണ്. സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് കൂടി പറയാം. പിയാനോ ബ്ലാക്ക് എലമെൻറ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ്, ക്രൂസ് കൺട്രോൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ഓട്ടോമാറ്റിക്കിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് എനിക്കൊന്ന് ടർബോയിൽ പാഡൽ ഷിഫ്റ്റേഴ്സിനെയും കൊടുത്തിട്ടുണ്ട് എന്നതാണ്. ലെതർ റാപ്പിഡാണ്. താഴ്ഭാഗത്ത് പിയാനോ ബ്ലാക്കും കൊടുത്തിട്ടുണ്ട്. അപ്പം ഡ്രൈവ് പൊസിഷനിൽ ശരിക്കും ലെതർ റാപ്പ് തന്നെയാണ് എന്നുള്ളതാണ്. താഴ്ഭാഗത്ത് ഒരു ഡിസൈൻ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. 3 സ്പോക്കാണ്. കോൾ അറ്റൻഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ള ബട്ടൺസും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നമുക്ക് വൈപ്പർ കൺട്രോൾ, ഇൻഡിക്കേറ്റർ കൺട്രോൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നോബായിട്ടും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഗ്ലോ ബോക്സ് സ്പേഷ്യസ് ആണ്, നൈസ്. സീറ്റ് കംഫർട്ടും നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫാബ്രിക് അപ്പോൾസ്ട്രിൻ്റെ ആ ഒരു ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ, ആ അഡ്വാൻറ്റേജ് ശരിക്കും നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. സ്പേഷ്യസ് ആണ്, എനിക്ക് തല മുട്ടുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. 5 വിരലിൻ്റെ ഗ്യാപ്പ് എനിക്ക് ഇവിടെ ഉണ്ട്. തല അതേപോലെ തന്നെ വിസിബിലിറ്റിയും നല്ലതാണ്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് കാലൊക്കെ നമുക്ക് നീട്ടി വെച്ച് ഇരിക്കാൻ പറ്റുന്നുണ്ട്. സെൻട്രൽ ടണലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. 2 ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു C ടൈപ്പും ഒരു A ടൈപ്പും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പോലത്തെ കാര്യം കാണാം. മൊബൈൽ ഫോൺ വേണമെങ്കിൽ അവിടെ വെക്കാം. ഫ്രണ്ടിലും ചാർജിങ് പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഞാൻ നേർന്നിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ഒരു വിരലിൻ്റെ ഗ്യാപ്പാണ് ഇവിടെ ഉള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലേക്ക് ഒരു കൂപ്പ് സ്റ്റൈൽ വരുന്നു. ഒരു കാര്യം ഓർക്കുക, ഞാൻ 6 അടി ഉയരമുള്ള ആളാണ്. അപ്പോൾ അതുകൂടി ഓർത്ത് വെക്കണം. അതെന്താണ് എപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. കാരണം എന്നെ ഫുള്ളൊന്നും ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവില്ല. പിന്നെ ക്യാമറ ആംഗിളിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കയറി നിന്നിട്ട് പറയുമ്പോൾ നിങ്ങൾക്കും അങ്ങനെയാണ് എന്ന് ചിന്തിക്കരുത്. നിങ്ങളുടെ ഹൈറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഹൈറ്റ് പറയുന്നത്. അല്ലാതെ എൻ്റെ ഹൈറ്റ് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എനിക്ക് വലിയ പ്രത്യേകത ഒന്നുമില്ല എന്നല്ല. ഇവിടെ എനിക്കൊരു 5 വിരലിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. ലെഗ് റൂം അത്യാവശ്യത്തിന് നല്ല ലെഗ് റൂം ഉണ്ട്. ഈ സീറ്റ് ശരിക്കും എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിലാണ്. ഇത് വേണമെങ്കിൽ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് ഇടാം. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ സ്പേഷ്യസ് കിട്ടും എന്നുള്ളതാണ്. ഇതിനകത്ത് റിയറിൽ മിസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയർ ആംബ്രസ്റ്റ് ആണ്. ഇതിനകത്ത് റിയർ ആംബ്രസ്റ്റ് ഇല്ല, ടോപ്പ് എൻഡിലും ഇല്ല. ഇതിപ്പോൾ ടോപ്പ് വേരിയൻ്റാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിനകത്തും എനിക്ക് തോന്നുന്നു ആംബ്രസ്റ്റ് വന്നിട്ടില്ല. അപ്പം ഈ വാഹനത്തിനകത്ത് റിയർ ആംബ്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. 3 ആളുകൾക്ക് അനായാസേന ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ 4ാമത്തെ ആൾക്ക് ഇരിക്കാം. റിയറിലും നമുക്ക് ഫാബ്രിക് അപ്പോൾസ്റ്ററി തന്നെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. എഞ്ചിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഒരു കാര്യം പറയാനുള്ളത്, 2 ടൈപ്പ് എഞ്ചിൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊന്ന് ടെർബോ ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെർബോ എഞ്ചിനാണ്. ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊയോട്ട എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യ ടെർബോ എഞ്ചിനാണ് ടൈസർ എന്ന് പറയാം. വേറൊരു വാഹനത്തിനകത്ത് ഇതുവരെ ടെർബോ അവർ കൊണ്ടുവന്നിട്ടില്ല. ആ ഒരു ടെർബോയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടൊയോട്ടയുടെ ഒരു ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ടെർബോ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. ഇത് നേരത്തെ സിബ്ലിങ്ങിലുള്ള സെയിം എഞ്ചിൻ തന്നെയാണ്. അതിൽ കാര്യമായിട്ടുള്ള ചേഞ്ചുകളൊന്നുമില്ല. അപ്പോൾ ടെർബോ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിനാണ്. ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ എന്ന് നമ്മൾ പറയുന്നത്. 100 HP പവറും 148 Nm ടോർക്കുമാണ് ഇതിനകത്ത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനകത്തും 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടറിനകത്തുമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എന്നതാണ്. വേറൊരു എഞ്ചിൻ വരുന്നതെന്ന് പറഞ്ഞാൽ 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ്. അത് 90 ഹോഴ്സ് പവറും 113 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കും. 5 സ്പീഡ് AT-യും അതുപോലെ തന്നെ 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് അതിനകത്ത് വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇതിനകത്തൊരു CNG കൂടി അവൈലബിൾ ആണ് എന്നുള്ളതാണ്. CNG കിറ്റ് ചെയ്തുകൊണ്ട് OEM ആയിട്ട് തന്നെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പാക്കിങ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ധാരാളം സ്പേഷ്യസ് ഉണ്ട്. കുറച്ചും കൂടി ക്യാബിൻ ഫ്രീ ആയിട്ട് തോന്നുന്നു. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മാരുതി അല്ലെങ്കിൽ ഇവരിനി ഡീസൽ എഞ്ചിനെ പിന്നെയും കൊണ്ടുവരുമോ എന്നൊക്കെ ഒരു സംശയം നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട്. അത് സംശയമായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 7,74,000 ആണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസിങ് സ്റ്റാർട്ടിങ് വരുന്നത്. 7 lakh. അപ്പോൾ 10 lakh താഴെയിൽ നമുക്ക് ബേസ് വേരിയൻറ്റ് കിട്ടും. 13,04,000 ആണ് ഇതിൻ്റെ ടോപ്പ് എൻഡിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 16 ലക്ഷത്തോളം രൂപക്ക് ഈ വാഹനം ഓൺ റോഡ് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റ് കിട്ടുമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. ഇനിയൊരു കാര്യം, ടൈസർ എടുക്കണോ സിബ്ലിംഗ് എടുക്കണോ എന്നുള്ളത്, ഇത് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ ചോയ്സിനെ വിടാണ്. ഇപ്പോൾ ഇതിൻ്റെ സിബ്ലിങ്ങിൻ്റെ നെറ്റ്വർക്ക്, അതായത് അവരുടെ നെറ്റ്വർക്ക് ചോയ്സാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അവരുടെ ഡീലിംഗ് അല്ലെങ്കിൽ അവരുടെ കസ്റ്റമർ കെയർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ വാഹനം എടുക്കാം. നേരെ മറിച്ച് ടൊയോട്ടയുടെ പ്രീമിയം ആയിട്ടുള്ള ആ ഒരു സെഗ്മെൻറ്റിനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ, അതായത് സർവീസ് നെറ്റ്വർക്കാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ടൊയോട്ടയിലേക്കും കൊണ്ടുവരാം എന്നുള്ളതാണ്. മറ്റൊന്ന് ലുക്കാണ്. ലുക്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മറ്റേ മോഡലാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അതെടുക്കാം, ഇതാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഇതെടുക്കാം. ഈ 2 എലമെൻറ്റാണ് ഈ ക്രോസ് ബാഡ്ജിങ്ങിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒന്ന് ലുക്ക്,
രണ്ടാമത്തത് സർവീസ് നെറ്റ്വർക്ക്. വാഹനം ഏറെക്കുറെ സെയിമാണ്. ലുക്കിൻ്റെ കാര്യത്തിലും സർവീസ് നെറ്റ്വർക്കിൻ്റെ കാര്യത്തിലുമാണ് പ്രധാനമായിട്ടും ചേഞ്ചസ് ഉള്ളത്. മറ്റൊരു കാര്യം, ടൊയോട്ടയുടെ ടൈസർ എടുക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഇയർ 1 lakh കിലോമീറ്റർ വാറണ്ടി ഈ വാഹനത്തിൻ്റെ കൂടെ തന്നെ കിട്ടും എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതായത് കുറച്ചുകൂടി വലിയ എന്താ പറയുക വാറണ്ടി നെറ്റ്വർക്ക് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിനകത്തുള്ള കാര്യം. അപ്പോൾ ഇതാണ് ടൊയോട്ട ടൈസർ എന്ന് പറയുന്ന മോഡൽ. ക്രോസ് ബാഡ്ജിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇവർ 5ാമത്തെ വാഹനം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.